ഇന്നത്തെ യാത്ര പത്മനാഭപുരം പാലസിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത്. ബസ്സിലാണ് യാത്ര. പത്മനാഭപുരം പാലസ് കൽക്കുളം കൊട്ടാരം എന്നും അറിയപ്പെടുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ തടിയിൽ തീർത്ത കൊട്ടാരം വുഡൻ പാലസ്. യുനെസ്കോയുടെ ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നായി പ്രഖ്യാപിച്ചിരിക്കുന്ന കൊട്ടാരം. മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൽ തിരുവിതാംകൂർ എന്ന ശക്തമായ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പത്മനാഭപുരത്ത് അദ്ദേഹം താമസിച്ച് ഭരണം നിർവഹിച്ചിരുന്ന കൊട്ടാരം. വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും കൊട്ടാരത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്ന് സംശയം. ഫീസുകളെല്ലാം അല്പം കൂടുതലാണ്. എൻട്രി ഫീ 35 രൂപയേ ഉള്ളൂവെങ്കിലും സ്റ്റിൽ ക്യാമറയ്ക്ക് 250, വീഡിയോ എടുക്കണമെങ്കിൽ 2000, സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ 6500. ഇതാണ് ഫീസ് റേറ്റ്. ഇതാണ് തായ് കൊട്ടാരം. കൊട്ടാരം കോംപ്ലക്സിൻ്റെ ഹൃദയഭാഗം. 16-ാം നൂറ്റാണ്ടിൽ വേണാട് ഭരിച്ചിരുന്ന രവിവർമ്മ കുലശേഖര പെരുമാൾ നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഊട്ടുപുര. ഈ ഭരണികൾ ഭക്ഷണ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതാണ്. കല്ലുകൊണ്ടുള്ള ടാങ്കിൽ വെള്ളവും. ടെറാക്കോട്ട ടൈൽ വാകിയ തറ. 2 നിലകളിലായി 2000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ബലത്തോടുകൂടിയാണ് ഈ ഊട്ടുപുര നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും തായ് കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ നിന്നും ആപൽഘട്ടങ്ങളിൽ രാജാവിന് അടുത്തുള്ള ചാരോട് കൊട്ടാരത്തിലേക്ക് രക്ഷപ്പെടാനുള്ള ഭൂഗർഭ തുരങ്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ തുരങ്കത്തിൻ്റെ പല ഭാഗവും തകർന്നു കിടക്കുകയാണ്. തായ് കൊട്ടാരത്തിൻ്റെ മച്ചിലെ താമരപ്പൂവിൻ്റെ കൊത്തുപണികൾ. അതുല്യമാണ് ഈ കൊത്തുപണികൾ. തായ് കൊട്ടാരത്തിലെ 4 കെട്ട്. ചുറ്റുമായി 9 മുറികളുണ്ട്. ഈ കൊട്ടാരം അമ്മ വീട് എന്നും അറിയപ്പെടുന്നു. ഇവിടെ നിന്നാണ് തുരങ്കത്തിലേക്കുള്ള എൻട്രൻസ്. മുകളിലേക്കുള്ള സ്റ്റെയർ അഥവാ ഗോവണി കുത്തനെ മുകളിലേക്കാണ്. സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് കയറാൻ പറ്റൂ. ഒരു സുരക്ഷാ സംവിധാനം കൂടിയാണിത്. 4 കെട്ടിൻ്റെ മുകൾ നിലയിൽ നിന്നുള്ള ദൃശ്യം. തായ് കൊട്ടാരത്തിൻ്റെ മുകൾ നിലയിലെ കോറിഡോർ നല്ല വായുസഞ്ചാരം ഉണ്ടാകുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടിയിലെ കൊത്തുപണികൾ അപാരമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല മാർക്കറ്റിംഗ് രീതി സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി ആളുകളിലേക്ക് ഈ കൊട്ടാരത്തെ പറ്റിയുള്ള വിവരങ്ങൾ എത്തിക്കുക എന്നതാണ്. അപ്പോൾ കൂടുതൽ സന്ദർശകർ വരും, വരുമാനം കൂടും. വരുമാനം കൂടുമ്പോൾ കൊട്ടാരത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും. തടി കൊണ്ടുള്ള കൊട്ടാരം ആയതിനാൽ തിരക്ക് കൂടുമ്പോൾ തടിക്കുണ്ടാകാവുന്ന തേയ്മാനം കുറയ്ക്കാൻ തറയിൽ പരവതാനിയും മറ്റും ഇടേണ്ടി വരും. അകത്ത് കുറച്ചുകൂടി ലൈറ്റപ്പ് ചെയ്യണം. പല സ്ഥലങ്ങളിലും വെട്ടത്തിൻ്റെ കുറവുണ്ട്. തായ് കൊട്ടാരത്തിൽ നിന്നും ഉപ്പരി മാളികയിലേക്കുള്ള വഴിയിലൂടെ ഉപ്പരി മാളികയിൽ എത്തി നിൽക്കുകയാണ്. ഇതാണ് രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടിൽ. ഡച്ചുകാർ രാജാവിന് സമ്മാനിച്ച ഈ കട്ടിൽ 64 ഇനം ആയുർവേദ മെഡിസിനൽ വുഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്കുള്ള പടി. പ്രവേശനമില്ല. മുകളിലത്തെ നില പൂജാ ഹാളാണ്. മുകളിലത്തെ നില പൂജാ ഹാൾ ആണെങ്കിൽ അതിന് മുകളിലത്തെ നില ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഉപ്പരിമാളിക 4 നിലകൾ ഉള്ളതാണ്. താഴത്തെ നില രാജഭണ്ഡാരം അഥവാ ട്രഷറി.
രാജാവിൻ്റെ കിടപ്പറയിൽ നിന്നും ഈ കോറിഡോറിലൂടെ ചെല്ലുന്നത് അന്തഃപുരത്തിലേക്കാണ്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് അണിഞ്ഞൊരുങ്ങുന്നതിനും വിശ്രമിക്കുന്നതിനുമുള്ള സ്ഥലം. ഇവിടെ രണ്ടറ്റങ്ങളിലായി 2 ബെൽജിയൻ നിലക്കണ്ണാടിയും 2 ആട്ടുകട്ടിലുമുണ്ട്. നല്ല വായുസഞ്ചാരമുള്ള സ്ഥലം. ഇതാണ് ഒരു വശത്തെ കണ്ണാടിയും ആട്ടുകട്ടിലും. പുറത്തേക്കുള്ള വാതിൽ. ഇത് മറുവശത്തെ കണ്ണാടിയും ആട്ടുകട്ടിലും. ചുമരിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെയിൻറ്റിങ്ങുകൾ. പെയിൻറ്റിങ്ങുകളുടെ ശോഭ മങ്ങിയിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും കോറിഡോറിലൂടെ നടന്നു. അമ്മ മഹാറാണി ഉപയോഗിച്ചിരുന്ന പിച്ചള പതിച്ച തടി കൊണ്ടുള്ള കട്ടിൽ. എല്ലായിടത്തും കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ച സമയത്ത് കൊട്ടാരം തമിഴ്നാട്ടിലായി പോയി എങ്കിലും കൊട്ടാരവും അതിരിക്കുന്ന കോമ്പൗണ്ടും കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് കരാർ ഒപ്പിട്ടത്. ഉപ്പരിമാളികയുടെ പിൻഭാഗം. ഇതാണ് മണിമേട ക്ലോക്ക് ടവർ. മണിമേടയും ഉപ്പരിമാളികയും അടുത്തടുത്താണ്. ഇതാണ് നവരാത്രി മണ്ഡപം. അവിടേക്ക് പോകുന്നേ ഉള്ളൂ. ആ കാണുന്നതാണ് വേളിമല. പശ്ചിമഘട്ടത്തിലെ വേളിമലയുടെ താഴെ വള്ളി നദിയുടെ കരയിലായാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വലതുവശത്ത് കാണുന്നതാണ് ആയുധപുര. ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം. ആയുധപുരയ്ക്കകത്തെ നിലവറകളിൽ വായുസഞ്ചാരമില്ല. ആയുധപുരയിലെ കോറിഡോർ. ജനാലകൾ ഇല്ല. വായുസഞ്ചാരം കുറവാണ്. ഇടതുവശത്തെ ഭിത്തികൾക്കകത്തെ മുറികളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കാലത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നവരാത്രി മണ്ഡപത്തെ കാണുമ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയും രാമനാഥനും നാഗവല്ലിയും നൃത്തം ചവിട്ടുന്നതുമാണ് ഓർമ്മ വരുന്നത്. പന്തടിക്കളം മാളിക, മന്ത്രശാല എന്നും കിങ്സ് കൗൺസിൽ റൂം എന്നും അറിയപ്പെടുന്നു. രാജാവും മന്ത്രിമാരും മീറ്റിങ്ങുകൾ കൂടിയിരുന്ന സ്ഥലം. പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ്. സണ്ണി ഡോക്ടർ നകുലനോട് ഗംഗയുടെ അസുഖവിവരത്തെപ്പറ്റി പറഞ്ഞതും ഇവിടെ വെച്ചാണ്. കുത്തനെ താഴേക്കുള്ള പടികളാണ്.
ഓരോ ചുവടും സൂക്ഷിച്ചു വച്ചില്ല എങ്കിൽ പെട്ടെന്ന് താഴെയെത്തും. ഇതും ഒരു സുരക്ഷാ ക്രമീകരണമാണ്. പന്തടിക്കളം മാളിക എന്ന മന്ത്രശാലയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെയിൻറ്റിങ്ങുകളുണ്ട്. പക്ഷേ ലൈറ്റപ്പ് ചെയ്തിട്ടില്ലാത്തതിനാൽ നേരെ ചൊവ്വേ കാണാൻ പറ്റില്ല. ഇത് 2 നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പലതരത്തിലുള്ള ജനാലകൾ കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തട്ട്. അമ്പാരിമുഖപ്പ്. തടി കൊണ്ടുള്ള പടിയുടെ 2 വശത്തുമായി 2 ഗജവീരന്മാരുടെ ശിരസ് കൊത്തിവെച്ചിരിക്കുന്നു. ഇവിടത്തെ കൊത്തുപണികളോടുകൂടിയ 5 ജനാലകൾ തുറന്നാൽ തെക്കേ തെരുവ് കാണാം. ഇവിടെ ഇരുന്നാണ് രാജാവ് ആറാട്ട് എഴുന്നള്ളത്ത് പോലുള്ള പ്രൊസഷൻസ് കാണുന്നതും ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിച്ചിരുന്നത്. ഈ ചുവരിലെ ചിത്രങ്ങൾ കാലപ്പഴക്കം കൊണ്ട് മങ്ങിപ്പോയി. മാത്രമല്ല എതിർവശത്തെ ജനാലയിൽ നിന്നും ഉള്ള പ്രകാശത്തിൻ്റെ ഗ്ലെയർ കൂടിയാകുമ്പോൾ ക്ലിയറായി കാണാൻ പറ്റില്ല. കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ ചിത്രം. സെയിൻറ്റ് ബർത്തലോമിയുടെ ചിത്രം. ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച യുദ്ധത്തിൻ്റെ രേഖാചിത്രം തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട്. പലതും വ്യക്തമല്ല. ഇതാണ് പാലസ് കോംപ്ലക്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തേവരക്കോട്ട് സരസ്വതി ക്ഷേത്രം. മാർത്താണ്ഡവർമ്മയുടെ തുലാഭാരം. ഈ തേവരക്കോട്ട് ക്ഷേത്രത്തിലെ സരസ്വതി ദേവിയെയാണ് നവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. കൂടെ ശുചീന്ദ്രത്തിൽ നിന്നുമുള്ള കുണ്ടണിമങ്കയും കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമിയെയും കൊണ്ടുപോകാറുണ്ട്. അമ്മച്ചിപ്ലാവ്. മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അമ്മച്ചിപ്ലാവിലെ പൊത്തിൽ ഒളിച്ചിരുന്നാണ്. കരിയും മുട്ടയുടെ വെള്ളയും ശർക്കരയും മണലും ചേർന്ന് മിശ്രിതം ഉപയോഗിച്ചാണ് തറ ഉണ്ടാക്കിയിരിക്കുന്നത്. എട്ട് വീട്ടിൽ പിള്ളമാരുടെ ദൂതനെ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഒരു രേഖാചിത്രം. ഇന്ദ്രവിലാസം കൊട്ടാരം 2 നിലയുണ്ട്. പാശ്ചാത്യരായ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചതാണ്. പാശ്ചാത്യ ശൈലിയിലാണ് നിർമ്മാണം. ഉയർന്ന സീലിംഗ്, പില്ലറുകളോട് കൂടിയ വരാന്ത, വീതിയുള്ള സ്റ്റെയർ കേസ്, വലിയ ജനാലകൾ,
വലിയ വാതിൽ മുതലായവ. ഫാദർ ബർത്തലോമി ഇവിടെ താമസിച്ചിട്ടുണ്ട്. തടി കൊണ്ടുള്ള കട്ടിൽ, ഇന്ദ്രവിലാസത്തിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യം. നൃത്തമണ്ഡപം, താഴത്തെ നിലയിലേക്കുള്ള വീതി കൂടിയ പടിക്കെട്ട്. ഇവിടുത്തെ അവസ്ഥ അല്പം ശോചനീയമാണ്. മെയിൻ്റനൻസ് കുറവുണ്ട്. ഇന്ദ്രവിലാസത്തിൻ്റെ പുറത്തുനിന്നുള്ള ദൃശ്യം. പെയിൻറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അടുത്ത കോംപ്ലക്സിലേക്കുള്ള വഴിയാണ്. കുളക്കടവാണ് ഈ കാണുന്നത്. ഓടുകൾ പൊട്ടിപ്പൊളിച്ചു പോയിരിക്കുന്നു. ശോചനീയമായ അവസ്ഥ. കുളപ്പുര. അടുക്കളയാണ്. ആട്ടുകല്ലുകൾ. പ്രതാപകാലത്ത് എല്ലാ ദിവസവും എത്ര 1000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണിത്. അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഉപ്പരിമാളികയാണ്. ഉപ്പരിമാളിക 4 നിലകളുണ്ട്. ഒന്നാമത്തെ നില ട്രഷറി, രണ്ടാമത്തെ നില രാജാവിൻ്റെ ബെഡ്റൂം, മൂന്നാമത്തേത് ധ്യാനമുറി, നാലാമത്തേത് പൂജാമുറി. ഇത് ശ്രീ പത്മനാഭ സ്വാമിക്കായി സമർപ്പിച്ചിരിക്കുന്നു. അതായത് ഓരോ നിലയും അർത്ഥം, കാമം, ധ്യാനം, മോക്ഷം എന്നീ സങ്കല്പത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്.
രാജാവിൻ്റെ ബെഡ്റൂമും ട്രഷറിയും ശ്രീപത്മനാഭ സ്വാമിക്ക് താഴെയാണ്. കോംപ്ലക്സിലെ ഏറ്റവും പ്രധാന മന്ദിരം ഇതാണ്. 3-4 നിലകളിലേക്ക് പ്രവേശനമില്ല. കാലപ്പഴക്കം കൊണ്ടുള്ള ബലക്ഷയമാണ് കാരണം എന്ന് പറയപ്പെടുന്നു. ഇവിടെ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പ്രവേശനമുണ്ട്. ലക്ഷ്മി വിലാസം കോംപ്ലക്സിലെ ഏറ്റവും പുതിയ നിർമ്മിതി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മൂലം തിരുനാൾ രാമവർമ്മ നിർമ്മിച്ചതായി വിശ്വസിക്കുന്നു. കൊളോണിയൽ ശൈലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. തടി കൊണ്ടുള്ള 2 കട്ടിലുകൾ. ചെറിയ 4 കെട്ട്. ലക്ഷ്മി വിലാസത്തിൻ്റെ മുൻഭാഗം. ഇതാണ് നവരാത്രി മണ്ഡപം. പ്രതാപകാലത്ത് എല്ലാ ദിവസവും സംഗീത നൃത്ത പരിപാടികൾ നടന്നിരുന്നു. നവരാത്രി ഉത്സവം തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെടുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് നടന്നിരുന്നത്. ദ്രവീഡിയൻ ആർക്കിടെക്ചറിൽ കല്ലിൽ കൊത്തിയെടുത്ത മണ്ഡപം. അതാണ് ക്ഷേത്രനട. 1795 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടുകൂടി നവരാത്രി ആഘോഷവും തിരുവനന്തപുരത്തേക്ക് മാറി. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ഹിറ്റ് മൂവി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിലെ ദേവസഭാതലം എന്ന് ആരംഭിക്കുന്ന പാട്ട് ഈ മണ്ഡപത്തിലാണ് ഷൂട്ട് ചെയ്തത്. കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾക്ക് നൃത്ത സംഗീത പരിപാടികൾ കാണുന്നതിനുള്ള മുറി. മണിച്ചിത്രത്താഴ് സിനിമയിലെ രാമനാഥനും നാഗവല്ലിയും നൃത്തം ചവിട്ടിയതും ഈ മണ്ഡപത്തിലാണ്. ഈ കൊട്ടാരം കോംപ്ലക്സിലെ ഏറ്റവും മനോഹരമായ സ്ഥലവും ഈ നവരാത്രി മണ്ഡപമാണ്. ഇതാണ് മണിമേട ക്ലോക്ക് ടവർ. ഇടതുവശത്ത് കാണുന്നത് ഉപ്പരിമാളിക. പുറത്തിറങ്ങി ക്യാമറയ്ക്കുള്ള ഫീസ് കുറച്ച് കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങൾ പരമാവധി ആൾക്കാരിൽ എത്തിക്കാൻ ശ്രമിക്കുക. എങ്കിൽ തദ്ദേശീയരും വിദേശികളുമായ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ കൊട്ടാരം കാണാൻ വരും. വരുമാനം കൂടും. കൊട്ടാരത്തെ മെച്ചപ്പെട്ട രീതിയിൽ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ പറ്റും. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സൂം ഡെസ്റ്റിനി ചാനൽ സന്ദർശിക്കുക.
ഇനി തിരികെ തിരുവനന്തപുരത്തേക്കുള്ള ബസ് യാത്രയുടെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ഗുഡ് ബൈ.